ഇന്ന് നമ്മൾ ബീഹാറിലേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തേജസ്വി യാദവ്. ബീഹാർ പിടിച്ചെടുത്ത ശേഷം രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ പ്രവർത്തിക്കുമെന്ന് RJD നേതാവ് വോട്ടർ അധികാർ യാത്രയുടെ 3ാം ദിനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി ഇന്നും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്ന സാഹചര്യവുമുണ്ടായി. നാമ മുതൽ ബർബിക വരെയാണ് ഇന്നത്തെ റാലി. അതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ശരത് ലാലിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ശരത്ത് ബീഹാറിലുണ്ട്. ശരത്ത്, ഇന്നത്തെ റാലി എത്തരത്തിലാണ്? അതിലെ ആൾക്കാർ എത്രത്തോളം ആവേശകരമായാണ് ഈ കാര്യങ്ങളെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ തേജസ്വി യാദവിന്റെ വാക്കുകൾ കൂടി വരുന്നു. ഇന്നത്തെ ഈ മണിക്കൂർ വരെയുള്ള ഈ യാത്രയുടെ അപ്ഡേഷൻസ് എങ്ങനെയാണ്? സംഗീത ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ചുകൊണ്ടാണ് രാഹുൽ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. അവരുടെ വോട്ടർ പട്ടികയിൽ ഇന്ന് നിങ്ങൾക്ക് പേരില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാൽ ഈ ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നത് അഡാനിക്കും അതുപോലെ റിലയൻസിനും വേണ്ടിയാണ് എന്നുള്ള ഒരു വാദമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ രൂപമായി ഉയർത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗ്രാമീണ സാക്ഷരത കൂട്ടണമെന്ന പുതിയ ഒരു വാദമാണ് ഇന്ന് രാഹുൽ ഗാന്ധി റാലിയിൽ പറഞ്ഞത്. ഈ ഈ കുത്തകൾക്കെതിരെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത്. അത് സാക്ഷരത എഴുതാനും വായിക്കാനും വേണ്ടിയല്ല, നിലപാടുകൾ എടുക്കാൻ കൂടി വേണ്ടിയാണെന്ന് രാഹുൽ ഗാന്ധി നവാഡയിലെ പ്രസംഗത്തിൽ ആവർത്തിക്കുന്നു. ഏതായാലും വളരെ ജനകീയമായ രീതിയിൽ തന്നെ യാത്ര മുന്നോട്ട് പോകുന്നത്. നാളെ യാത്രക്ക് അവധിയാണ്. നാളെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പോകും. മറ്റന്നാൾ യാത്ര പുനരാരംഭിക്കും. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത സംഗീത നളന്ദയിൽ യാത്ര കടന്നു പോകുന്നു എന്നുള്ളതാണ്. നളന്ദ നിതീഷ് കുമാറിൻ്റെ, ബീഹാർ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടുകമാണ്. അവിടെ രാഹുൽ എന്തു പറയുന്നു എന്ന് നമ്മൾ വൈകുന്നേരം കാത്തിരിക്കേണ്ടി വരും. ഏതായാലും വളരെ വലിയ ഒരു ജനസഞ്ചയം തന്നെ ഇന്നും രാഹുൽ ഗാന്ധിയെ എതിരേൽക്കാൻ പാതകളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും കൂട്ടം കൂടി നിൽക്കുന്നു എന്നു തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് ഇന്ന് നമ്മൾ ബീഹാറിൽ കാണുന്ന കാഴ്ച. സംഗീത. ശരി ശരത്.